നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേ സ്റ്റോക്കുകളെക്കുറിച്ചാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി എല്ലാവരും സംസാരിക്കുന്നൊരു വിഷയമാണിതല്ലേ. ഈ സെക്ടറിൽ അടുത്തൊരു മൾട്ടിബാഗർ ഒളിഞ്ഞിരിപ്പുണ്ടോ? നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഈയൊരു വിശകലനത്തിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കുകളൊക്കെ ഇങ്ങനെ കുതിച്ചുയർന്നത് എന്നാണ്. എന്നിട്ട് അടുത്ത ഒരു 5-10 ഇരട്ടി ലാഭം തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കും. കൂടെ തന്നെ ഇതിന്റെയൊക്കെ ശരിക്കുള്ള മൂല്യം എന്താണ്, വിദഗ്ധരെന്തു പറയുന്നു, പിന്നെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന റിസ്കുകൾ എല്ലാം നമ്മൾ ചർച്ച ചെയ്യും. അപ്പോൾ നമുക്ക് തുടങ്ങാല്ലേ. എന്തുകൊണ്ടാണ് റെയിൽവേ സ്റ്റോക്കുകൾ പെട്ടെന്ന് ഇങ്ങനൊരു വലിയ ചർച്ചാ വിഷയമായത്? അതിന്റെ പിന്നിലെ കഥ നമുക്ക് ആദ്യം നോക്കാം. ഒന്ന് നോക്കിക്കേ, 2020 ശേഷം റെയിൽവേ സ്റ്റോക്കുകൾക്ക് കിട്ടിയ ഒരു വളർച്ച 1000 മുതൽ 2000% വരെയാണ്. ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമുള്ളൊരു കണക്കാണിത്. ഈയൊരു ഭ്രാന്തൻ റാലി കണ്ടിട്ടാണ് എല്ലാവരും ഈ സെക്ടറിലേക്ക് ഓടിയെത്തിയത്. അപ്പോ സ്വാഭാവികമായും നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്നൊരു ചോദ്യമുണ്ട്. ഇത്രയും വലിയൊരു കുതിപ്പിനു ശേഷം ഇനിയിപ്പോ ഇതിലെന്തെങ്കിലും അവസരം ബാക്കിയുണ്ടോ, അതോ ട്രെയിൻ സ്റ്റേഷൻ വിട്ടുപോയോ? നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. ശരി, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഷോർട്ട് ടേം ബെറ്റാണ്. അതായത് അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ 5 ഇരട്ടി വരെ വളരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് ഏതാണെന്നറിയണ്ടേ? അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമൻ 2030-നകം 5 ഇരട്ടി വരെ റിട്ടേൺ തരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്റ്റോക്ക് അത് ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ അഥവാ IRFC ആണ്. അപ്പോ എന്തുകൊണ്ടാണ് IRFC? വളരെ സിമ്പിളാണ് കാര്യം. ഇന്ത്യൻ റെയിൽവേക്ക് പണം കടം കൊടുക്കുന്ന ഒരേയൊരു സ്ഥാപനമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മോണോപോളിയാണ്. നമുക്കിതിനെ റെയിൽവേയുടെ സ്വന്തം ബാങ്ക് എന്ന് വിളിക്കാം. അവർക്ക് കുഴഞ്ഞ പലിശയ്ക്ക് പുറത്തുനിന്ന് ഫണ്ട് കിട്ടും, കാരണം ഗവൺമെന്റ് ഗ്യാരണ്ടിയുണ്ട്. ആ പണം അവർ റെയിൽവേയുടെ വലിയ വലിയ പ്രൊജക്ടുകൾക്ക് കുറച്ചുകൂടി കൂടിയ പലിശയ്ക്ക് വായ്പയായി നൽകുന്നു. ആ പലിശയാണ് ഇവരുടെ ലാഭം. അപ്പോൾ റെയിൽവേ വളരുമ്പോൾ കൂടെ തന്നെ IRFCയും വളരും, ഡയറക്റ്റ് ബെനിഫിഷ്യറി. ശരി, ഈ 5 ഇരട്ടി വളർച്ച എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെയാണ് നടക്കുക? നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. 1. കമ്പനിയുടെ വരുമാനം അടുത്ത 6 വർഷത്തേക്ക് എല്ലാ വർഷവും ഒരു 15-18% വെച്ച് വളരണം. 2. കമ്പനിയുടെ PE റേഷ്യോ, അതായത് നിക്ഷേപകർ ഈ കമ്പനിക്ക് കൊടുക്കുന്ന വാല്യൂ, അത് 25ലേക്ക് എത്തണം. ഇപ്പോഴത്തെ വില വെച്ച് നോക്കിയാൽ ഈ 2 കാര്യങ്ങളും നടന്നാൽ ഇന്നത്തെ ഒരു 180 രൂപയുടെ സ്റ്റോക്ക് ഏകദേശം 400 രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ഇതൊരു ഗ്യാരണ്ടിയല്ല, പല സാധ്യതകളുണ്ട്. ഏറ്റവും മോശം അവസ്ഥയിൽ പോലും ഒരു 2 ഇരട്ടി നേട്ടം പ്രതീക്ഷിക്കാം. ഒരു ആവറേജ് കേസിൽ 3 ഇരട്ടി. എന്നാൽ എല്ലാം വിചാരിച്ച പോലെ നടന്നാൽ ഒരു ബുൾ കേസിൽ 5 ഇരട്ടി നേട്ടമെന്ന് പറയുന്നത് അത്ര അസാധ്യമൊന്നുമല്ല. അപ്പോ IRFCയുടെ കാര്യം നമ്മൾ കണ്ടു. ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റോക്കുകളിലേക്ക് വരാം. നിലവിലെ വില വെച്ച് നോക്കുമ്പോൾ ഏതാണ് ഏറ്റവും അട്രാക്റ്റീവ്, അവയുടെ ശരിക്കുള്ള മൂല്യം എത്രയാണ്, നമുക്ക് നോക്കാം. ഈ ടേബിൾ നോക്കൂ. 1-ാം സ്ഥാനത്ത് IRCON ഇന്റർനാഷണൽ ആണ്. അവരുടെ കയ്യിലുള്ള ഓർഡറുകൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ വില കുറവാണെന്ന് പറയാം, അതായത് അണ്ടർ വാല്യൂഡ്. 2-ാമത് റൈറ്റ്സ്, ഏകദേശം ശരിയായ വിലയിലാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ റെയിൽടെൽ, RVNL ഒക്കെ കുറച്ച് ഓവർ വാല്യൂഡ് ആണ്. അതായത് അവയുടെ ഇപ്പോഴത്തെ പ്രകടനവും ഭാവിയിലെ പ്രതീക്ഷകളുമെല്ലാം കണക്കിലെടുത്ത് മാർക്കറ്റ് അതിന് ഓൾറെഡി നല്ലൊരു വില കൊടുത്തിട്ടുണ്ട്. ഒരു കമ്പനിയുടെ ഭാവി എത്രത്തോളം സുരക്ഷിതമാണ് എന്നറിയാൻ അവരുടെ ഓർഡർ ബുക്ക് നോക്കിയാൽ മതി. ഇവിടെ നോക്കൂ, RVNLന്റെ കയ്യിൽ ഏകദേശം 1,00,000 കോടി രൂപയുടെ ഓർഡറുകളുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ. ഇത് വരും വർഷങ്ങളിൽ അവർക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പു നൽകുന്നു. ശരി, അപ്പോ ഷോർട്ട് ടേം ഒക്കെ നമ്മൾ നോക്കി. ഇനി കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിക്കാം. ഒരു ലോങ് ടേം ഗെയിം, അതായത് 2035 ആവുമ്പോഴേക്കും ഒരു 10 ഇരട്ടി വരെ ലാഭം തരാൻ കെൽപ്പുള്ള ഒരു സ്റ്റോക്ക്. അങ്ങനെ ഒരെണ്ണം ഉണ്ടോ? നമുക്ക് വേട്ട തുടങ്ങാം. അപ്പോ അടുത്ത ഒരു 10 വർഷം കൊണ്ട് 10 ഇരട്ടി വളരാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു പേര് അത് ജൂപ്പിറ്റർ വാഗൺസ് ലിമിറ്റഡ് ആണ്. എന്തുകൊണ്ടാണ് ജൂപ്പിറ്റർ വാഗൺസ്? കാരണം ഇവരൊരു സ്പെഷ്യലിസ്റ്റാണ്. നമ്മുടെ രാജ്യത്ത് ചരക്ക് ഗതാഗതം കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിനെന്തു വേണം? വാഗണുകൾ വേണം. ഈ വാഗണുകളും അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളും ഉണ്ടാക്കുന്നതിൽ ഒന്നാമനാണ് ജൂപ്പിറ്റർ വാഗൺസ്. പുതിയ ഫ്രൈറ്റ് കോറിഡോറുകളൊക്കെ വരുമ്പോൾ ഇവരുടെ ഡിമാൻഡ് കുത്തനെ കൂടും. അതായത് വളരുന്നൊരു വലിയ മാർക്കറ്റിലെ ഒരു പ്രധാന കളിക്കാരൻ. അപ്പോൾ ലോങ് ടേം പിക്ചർ നമുക്കൊന്ന് ചുരുക്കി പറയാം. നിങ്ങൾക്ക് ഒരു ഹൈ ഗ്രോത്ത് 10x പൊട്ടൻഷ്യലുള്ള സ്റ്റോക്കാണ് വേണ്ടതെങ്കിൽ ജൂപ്പിറ്റർ വാഗൺസ് ആണ് ബെസ്റ്റ്.
അതല്ല, വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിച്ചു തുടങ്ങിയ അധികമാരും അറിയാത്തൊരു സ്മോൾ ക്യാപ്പ് ആണെങ്കിൽ ടെക്സ്മാക്കോ റെയിൽ നോക്കാം. ഇനി നല്ല ഫണ്ടമെന്റൽസും ഓർഡർ ബുക്കും ഉണ്ടായിട്ടും ഇപ്പോഴും വില കുറഞ്ഞു നിൽക്കുന്നൊരു സ്റ്റോക്കാണ് വേണ്ടതെങ്കിൽ ഐആർകോൺ ഒരു നല്ല ഓപ്ഷനാണ്. അപ്പോ ഇത്രയും കാര്യങ്ങള് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് അടുത്ത 5 വർഷത്തേക്ക് റെയിൽവേ സെക്ടറിലെ സ്റ്റോക്കുകളെ നമുക്കൊന്ന് റാങ്ക് ചെയ്യാം. ഏതായിരിക്കും ഒന്നാമത്? ഈ റാങ്കിംഗ് നോക്കൂ. അടുത്ത 5 വർഷത്തേക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് IRFCക്കും ടെക്സ്മാക്കോ റെയിലിനുമാണ്. IRFCയുടെ സ്ഥിരതയുള്ള ബിസിനസ് മോഡലാണ് അതിന്റെ പ്രധാന കാരണം. തൊട്ടുപിന്നാലെ നല്ല ഓർഡർ ബുക്കുള്ള ഐക്കോണുമുണ്ട്. അതേസമയം RVNLും റെയിൽടെല്ലും കുറച്ചുകൂടി താഴെയാണ് ഈ ലിസ്റ്റില്. പക്ഷേ ഈ റാങ്കിങ്ങിനൊക്കെ അപ്പുറത്തേക്ക് മിക്ക നിക്ഷേപകരും ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. RVNL പോലുള്ള വലിയ EPC കമ്പനികൾ, അതായത് റെയിൽവേ ലൈൻ പണിയുന്ന പോലത്തെ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്ന കമ്പനികൾ, അവയുടെ സ്റ്റോക്ക് വിലയിൽ ഭാവിയിലെ വളർച്ചയൊക്കെ മാർക്കറ്റ് ഒരു പരിധിവരെ ഉൾപ്പെടുത്തിക്കഴിഞ്ഞു. എന്നാൽ അടുത്ത വലിയ മൾട്ടിബാഗർ വരാൻ പോകുന്നത് ഒരുപക്ഷെ അങ്ങനെയുള്ള കമ്പനികളിൽ നിന്നായിരിക്കില്ല. പകരം ജൂപ്പിറ്റർ വാഗൺസ് പോലെ വാഗണുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സിഗ്നലിംഗ് സിസ്റ്റംസ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യലൈസ്ഡ് കമ്പനികളിൽ നിന്നാകാം ആ അടുത്ത വലിയ വിജയ് വരുന്നത്. ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ മറുവശം കൂടി നമ്മൾ കാണണം. അതായത് ഇതിലെ റിസ്കുകൾ എന്തൊക്കെയാണ്, അതൊന്ന് നോക്കാം. ഒന്നാമതായി ഓർക്കേണ്ട കാര്യം, ഈ കമ്പനികളെല്ലാം ഗവൺമെന്റിന്റെ പോളിസികളെയും ബജറ്റിനെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഒരു ഗവൺമെന്റ് മാറുമ്പോഴോ അല്ലെങ്കിൽ ബജറ്റിൽ പണം വകയിരുത്തുന്നത് കുറയുമ്പോഴോ അതിവരെ നേരിട്ട് ബാധിക്കും. പിന്നെ കിട്ടിയ ഓർഡറുകൾ കൃത്യസമയത്ത് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ അതും പ്രശ്നമാകും. ഏറ്റവും പ്രധാനമായി, എവിടെയാണോ വലിയ ലാഭസാധ്യതയുള്ളത് അവിടെ വലിയ നഷ്ടസാധ്യതയുമുണ്ടാകും. ഈ ചാഞ്ചാട്ടം നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഈ കാണിച്ച സാധ്യതകളും നമ്മൾ ചർച്ച ചെയ്ത റിസ്കുകളുമെല്ലാം പരിഗണിച്ച് ഏത് തരം റെയിൽവേ കമ്പനിയാണ് നിങ്ങളുടെ സ്വന്തം നിക്ഷേപ ശൈലിക്ക് ചേർന്നത്? നിങ്ങൾക്ക് വേണ്ടത് സുരക്ഷിതമായ ദീർഘകാല വളർച്ചയാണോ അതോ കുറച്ച് റിസ്ക് എടുത്ത് വലിയ നേട്ടം കൊയ്യാനാണോ താൽപ്പര്യം? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അടുത്ത ഒരു വിശകലനവുമായി വീണ്ടും കാണാം. നന്ദി.